അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും പരിശുദ്ധ റമളാനിന്റെ വഉസുതുഹു മഗ്ഫിറ എന്ന ഹദീസിൽ പറഞ്ഞ രണ്ടാം ഭാഗം പാപമോചനത്തിന് വേണ്ടി സ്പെഷ്യൽ 10 ദിവസങ്ങളാണെന്ന് ഹദീസിൽ പറഞ്ഞ ആദ്യ രാവ്, പാപമോചനത്തിന്റെ ആദ്യ രാവിലാണ് നമ്മളുള്ളത്. അല്ലാഹു ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങൾക്കും അല്ലാഹു മാപ്പ് നൽകട്ടെ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും ജന്നത്തും പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഇനിയുള്ള 10 ദിവസങ്ങൾ, 10 രാവുകൾ അല്ലാഹു ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. വിഷമങ്ങൾ മാറ്റട്ടെ. മരിച്ചുപോയവർക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ 10 മഗ്ഫിറത്താണ്. ഇന്ന് പ്രത്യേകം അല്ലാഹുവിനോട് നമ്മുടെ ഖൽബ് തുറക്കാനുള്ളത് ഞങ്ങൾക്ക് പാപമോചനം വേണം, മഗ്ഫിറത്ത് വേണമെന്നുള്ള തേട്ടമാണ്. ആ തേട്ടവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ദുആ, അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധമായ ഇഹ്സാൻ, നന്മ ചെയ്യുന്നതിലേക്ക്, ഗുണങ്ങൾ കൂടുതൽ ചെയ്യുന്നതിലേക്ക് നീ ഞങ്ങൾക്ക് അവസരം തുറന്നു നൽകണം. അങ്ങനെയാണ് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. തിന്മ ചെയ്യുമ്പോഴാണല്ലോ പാപമോചനം, പാപം പൊറുക്കൽ. തിന്മ ചെയ്യുന്നതിലേക്ക് ഞങ്ങൾക്ക് വെറുപ്പാക്കണം. ഒരു തിന്മ തെറ്റ് ചെയ്യാൻ വെറുപ്പാണ് നമ്മുടെ കൽബിൽ. അങ്ങനെയാണെങ്കിലോ ജീവിതം വല്ലാത്ത റാഹത്താവും. അതിന് ചോദിച്ചുകൊണ്ടുള്ള ദുആയാണ് ഇന്ന് പ്രത്യേകം ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്നത്തെ പരിശുദ്ധമായ ഈ മഗ്ഫിറത്തിന്റെ 10 പ്രത്യേകം ചോദിക്കേണ്ട ദുആകളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് പറയുന്നത് നിങ്ങൾ മഗ്ഫിറത്ത് ചോദിക്കണം, പാപമോചനം ചോദിക്കണം എന്നാണ്. അപ്പൊ എല്ലാം കൂടെ സമ്മേളിച്ചുകൊണ്ടുള്ള ദുആയാണ് ഇന്ന് നമ്മൾ പ്രത്യേകം ചെയ്യണമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ ദുആയിലേക്ക് ആദ്യം നമുക്ക് കടക്കാം. اللهم حبب إلي فيه الإحسان وكره إلي فيه العصيان وحرم علي فيه السخط والنيران بغوثك يا غوث المستغيثين. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10 ആദ്യത്തെ തറാവീഹിന് അല്ലാഹു കൊടുക്കുന്ന പുരുഷ എന്താണെന്നറിയോ? റഹ്മത്തിന്റെ 10 ആദ്യത്തെ തറാവീഹിന് കൊടുത്ത പുരുഷയാണ്. നമ്മൾ ആദ്യം നിസ്കരിച്ച തറാവീഹിനുള്ള ഫസ്റ്റ് വൺ, ആ തറാവീഹിന് എന്തായിരുന്നു പുരുഷ? ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടിയെ പോലെ അല്ലാഹു എല്ലാ പാപങ്ങളും കരിച്ചു കളയുമെന്നാണ്. ആ ഒരു ഭാഗ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മുഅ്മിനീങ്ങൾക്ക്. അത് റഹ്മത്തിന്റെ, അത് മഗ്ഫിറത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പാപങ്ങൾ പുറത്തു നൽകുക. ഇവിടെ ഹദീസിൽ കാണാം ഇന്നത്തെ തറാവീഹിനെ കുറിച്ച്, യഖ്റുജു മിനദ് ദുനിയ, ഈ ലോകത്ത് നിന്ന് അവർ പുറത്തു പോകുന്നത്, അതായത് അവർ മരണപ്പെടുന്ന വേളയിൽ ഉമ്മയുടെ ബത്വന്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടിയെ പോലെ അല്ലാഹു ആക്കി കൊടുത്താണ് അല്ലാഹു മരിപ്പിക്കുകയുള്ളൂ, മരണം നന്നാക്കി തരുമെന്ന്. ആ ഒരു വലിയ അവസരമാണ് ഇന്നത്തെ തറാവീഹിന്. ആത്മാർത്ഥമായി നമ്മൾ നിസ്കരിക്കണം. നമ്മുടെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ 10 ഉടനീളം നമ്മൾ നിസ്കാര ശേഷമൊക്കെ നിർബന്ധമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോൾ ദുആ ചെയ്യാൻ അവസരം കിട്ടിയാലും ചോദിക്കേണ്ട പരിശുദ്ധമായ ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അത് ഖൽബ് തുറന്ന് നമ്മൾ ഇന്ന് പ്രത്യേകം ആദ്യ രാവിൽ തന്നെ ചോദിക്കണം. എൻ്റെ കൂടെ ചോദിക്കണം, എൻ്റെ കൂടെ ചൊല്ലണം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി يا رب العالمين. اللهم اغفر لي ذنوبي 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 يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കണം. മഗ്ഫിറത്തിന്റെ 10 ആദ്യ രാവാണല്ലോ. അല്ലാഹുവിനോട് ചോദിക്കാനുള്ളത് എന്താ? അല്ലാഹുവേ, നീ ഒരുപാട് പാപം പൊറുക്കുന്നവനാണല്ലോ, എനിക്ക് പൊറുത്തു നൽകണം എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾക്ക് ചോദിക്കാനുള്ളത്. ആ ദുആ അല്ലാഹുവിന്റെ ഇസ്മു കൊണ്ട്, അല്ലാഹു യാ ഗഫാർ, പാപങ്ങൾ എമ്പാടും പൊറുക്കുന്നവനെ, അല്ലാഹുവേ എനിക്ക് പാപം പൊറുക്കണം എന്നുള്ളൊരു തേട്ടം കൽബിന്ന്, കൽബ് തുറക്കണം. എല്ലാവരും എൻ്റെ കൂടെ يا غفار يا الله لا إله إلا الله
യാ ഗഫാറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ഗഫാറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പടച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا.
اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാ മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതമടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹറുണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭമെന്ന്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്ക് കൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ
അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വലാത്താണ്. സ്വലാത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. മനസ്സിലാക്കി തന്നെ എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله، 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 اللهم صل على النور واهله. صلى الله على سيدنا محمد والآل والأصحاب سلم. 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ.
എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار راج سيداയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂലാക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയ എല്ലാറ്റിനും മിഥ്ല സവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, മുഴുവൻ ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വെല്ലുപ്പമാർ, വെല്ലുമ്മമാർ, കാരണവന്മാർ, ഉസ്താദുമാർ, മശായിഖന്മാർ റബ്ബേ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ. പരിശുദ്ധ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ രണ്ടാമത്തെ പത്തിലെ ആദ്യത്തെ രാവിലാണ് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നീ കബൂലാക്കണേ റബ്ബേ. കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് പാപം പൊറുക്കുന്ന റബ്ബേ, ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് ജന്നത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ അമലുകളും സ്വീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിന്റെ മുറാദുകൾ ഹാസിയാക്കണേ റബ്ബേ. പടച്ചവനെ, റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളുടെ ഖൽബിന്റെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാം. നീ അതിനെയെല്ലാം പരിഹരിക്കണേ റബ്ബേ. റമളാനിന്റെ ആദ്യ 10 വിട പറഞ്ഞു പോയി. രണ്ടാമത്തെ ഭാഗത്തിലാണ് റബ്ബേ. റമളാൻ അതിന്റെ പരിശുദ്ധമായ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എങ്ങനെ സലാം പറഞ്ഞ് ഞങ്ങളോട് സമ്മതം പോലും ചോദിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും റബ്ബേ അതിന്റെ നന്മ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. അവസാനം ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.